ഒരു ശുഭദിനം. പിന്നെ എന്താ പറയാ, ശുഭദിനം തിങ്കളാഴ്ചത്തെ ശുഭദിനാണ് ഞാൻ പറയാറ്. ഇന്നിപ്പോ വീണ്ടും ഒരു വ്യാഴാഴ്ച അല്ലെ? വ്യാഴാഴ്ചത്തെ ശുഭദിനം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഉം. സത്യം പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് ഈ ചെയറിംഗ് എന്റെ കയ്യിൽ വന്നു ചേർന്നത്. ഇന്ന് രാവിലെ മനോജ് ചേട്ടന്റെ മിസ് കോൾ കണ്ടിട്ടാണ്. എന്താന്ന് വെച്ചപ്പോ ഒരിത്തിരി സമയം ഷെയർ ചെയ്യൂ, അത് കഴിഞ്ഞിട്ട് മനോജ് ചേട്ടന് ഹാൻഡ് ഓവർ ചെയ്യാന്ന് പറഞ്ഞു. എന്തായാലും ആ പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം ഷെയർ ചെയ്യാണ്. The meeting in connection with 7 AM Coffee Talk is hereby called to order. I invite JC Shinu to welcome the gathering. Okay, thank you, ma'am. Good morning, all. ഇന്നത്തെ 974 നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇന്ന് നമുക്ക് ചെയർ ചെയ്യാൻ വന്നിട്ടുള്ള രേഖ മാഡത്തിന് വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ രീതിയിൽ സ്വാഗതം ചെയ്യാണ്. അതുപോലെ ഇന്ന് നമ്മുടെ ട്രെയിനർ എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിങ്ങൽ ലോമിന്റെ മുൻ പ്രസിഡന്റും അതിനുപരി നമ്മുടെ ലയൺസ് ക്ലബിലെ ട്രെയിനറും ജേക്കബ് ട്രെയിനറുമായിട്ടുള്ള കൈബദാസ് സാറാണ്. നല്ലൊരു ട്രെയിനറാണ്. സാറിന്റെ നിരവധി ട്രെയിനിങ് ക്ലാസ്സുകൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടും എനിക്ക് വളരെ സ്നേഹത്തോടെയും ആദരവോടെയും ഒരു തുല്യനായി കാണുന്ന എന്റെ കൈബദാസ് സാറിനെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ 2 ലോമാണ് ഈ ഒരു പ്രോഗ്രാമിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതിന് മെയിനായിട്ട് നിൽക്കുന്ന 2 ലോ പ്രസിഡന്റുമാരായിട്ടുള്ള നിതിൻ നാരായൺ സാറിനെയും ജിനി സാംസൺ മാഡത്തിനെയും ഞാൻ വളരെ സ്വാഗതം ചെയ്തു. ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു കോഫി ടോക്ക് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി തുറന്നു കാണിച്ച അല്ലെങ്കിൽ തുറന്നു കൊണ്ടുവന്ന ഒരു ഫൗണ്ടറായിട്ടുള്ള ഇഹാം സാറിനെ ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏതൊരു പ്രോഗ്രാമിന്റെയും മെയിൻ എന്ന് പറയുന്നത് അതിന്റെ പില്ലേഴ്സ് ആണ്, ആ ഒരു കോർഡിനേറ്റേഴ്സ് ആണ്. കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീ സാറിനെയും മുജീബ് സാറിനെയും മനോജ് സാറിനെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. കൂടാതെ ഈ ഒരു പ്രോഗ്രാമിന് ഡെയിലി വളരെയേറെ സ്വന്തം കുടുംബമായിട്ടും സ്വന്തം പ്രോഗ്രാമായിട്ടും കണ്ടുകൊണ്ട് ഇന്ന് തിരക്കിട്ട നിമിഷത്തിൽ ആയതോടുകൂടി ഈ പോസ്റ്ററുകൾ തയ്യാറാക്കുകയും നമ്മോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മോടൊപ്പമുള്ള ഉസ്മാൻ സാറിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏതൊരു പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറഞ്ഞാൽ അതിന്റെ പാർട്ടിസിപ്പേഷൻ ആണ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നത് എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, Shinu. Thank you for your wonderful welcome speech. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, നമ്മളുടെ വരുന്ന മാസം 12, 13 നമ്മളുടെ ആ ഒരു സ്നേഹ കൂട്ടായ്മയുടെ ഗ്യാതറിംഗ് നടക്കാൻ പോവാണ്. കുറെ ആളുകളൊന്നും നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല, ഓൺലൈനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും കാണാനും പിന്നെ പരസ്പരം സന്തോഷിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ് 12, 13. അപ്പൊ എല്ലാവരും ആ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാം. അപ്പൊ കുറെ ആളുകളൊക്കെ രജിസ്റ്റർ ചെയ്തായിട്ട് കണ്ടു. അപ്പൊ ഇനി നമ്മളുടെ ട്രെയിനറിലേക്ക് പോവാം. കബീർ ദാസ് സാറാണ്. എനിക്ക് തോന്നണില്ല സാറ് പുറത്തുനിന്ന് ഒരാളെ പരിചയപ്പെടുത്തി തരുന്നത് പോലെ സാറിനെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ നമ്മളെ ഈ കോഫി ടോക്കിൽ എല്ലാ സമയത്തും സാർ അവൈലബിൾ ആയിരുന്നു. നമുക്ക് ഓരോ കാര്യത്തിനും നമ്മുടെ കൂടെ നിന്ന് ഒരു പരിപാടി ആരംഭിക്കാൻ എളുപ്പമാണ്, അത് ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാനാണ് ബുദ്ധിമുട്ട്. ആ ഓരോ സമയത്തും ഒരു ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യും പകച്ചു നിന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം കബീർ ദാസ് സാർ തന്നെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സാറിന് JC ഇന്ത്യയുടെ സോൺ ട്രെയിനർ ആണ്, ജേക്കോം കോച്ചാണ്, അതിലുപരി ആറ്റിങ്ങൽ പിന്നെ ലോമിന്റെ ജീവനാഡിയാണ്. എല്ലാം കൊണ്ടും പിന്നെ എന്താ പറയാ, ഒരു മികച്ച ട്രെയിനറാണ്, ബിസിനസ് കോച്ചാണ്. സ്നേഹപൂർവ്വം അദ്ദേഹത്തെ നമ്മൾ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യാണ്. സർ, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. താങ്ക് യു രേഖ മാം. നല്ല വാക്കുകൾ രാവിലെ കേൾക്കുന്ന ഒരു സന്തോഷമാണ്. അത് അങ്ങനെ ഉള്ളൊരു നല്ല വാക്ക്. അതുപോലെ തന്നെ ഷിനു, താങ്ക് യു. എൻ്റെ പ്രസിഡന്റാണ് നമ്മുടെ ലോമിന്റെ. അപ്പൊ നമുക്കിന്ന് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഞാനിന്ന് എൻ്റെ ഇന്നലെ മനോജ് സാർ പറഞ്ഞപ്പോ ഒരു സബ്ജക്റ്റ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഹങ്ങർ, പിന്നെയാണ് അത് സ്റ്റാർവിങ്ങിലേക്ക് മാറ്റി. ഹങ്ങർ എന്ന് പറയുമ്പോൾ ഡെയിലി വിശപ്പ് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്നതാണ്. വിശപ്പില്ലാത്ത എല്ലാ ദിവസവും ചില ആൾക്കാർ ഒരു നേരത്തെ ആഹാരം കഴിക്കുമ്പോൾ വിശപ്പ് മാറും. സ്റ്റാർവിങ് അങ്ങനെ അല്ല, കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാനുണ്ട്. അതായത് നമ്മുടെ പട്ടിണി എന്ന് പറയുന്നത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ
കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. പട്ടിണി അനുഭവിച്ചവർ ചിലപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടായെന്നും വരും, അത് വേറൊരു വിഷയം. അപ്പോൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് ഈ ഒരു സബ്ജക്റ്റ് എടുക്കുന്നതിന്റെ പിന്നിലും ചില കാര്യങ്ങളുണ്ട്. പട്ടിണി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മളെല്ലാം പെട്ടെന്ന് നമ്മുടെ മുഖത്തേക്ക് ഓർമ്മ വരുന്നത് വളരെ വിശന്ന് വലയുന്ന ചില മനുഷ്യരുടെ മുഖങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് ആദ്യം തോന്നുന്നത്. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ, അതായത് ഒരു നേരത്തെ ആഹാരത്തിന്റെ വിശപ്പ് കഴിഞ്ഞ് 2 നേരം 3 നേരം ആഹാരമില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമൂഹം, അങ്ങനെ വളരെ കഷ്ടപ്പെട്ടവർക്ക് അതിന്റെ വില അറിയാം പല ആൾക്കാർ പറയും. അതുപോലെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനുണ്ടായ മറ്റൊരു കാര്യം, ഈ ഭൂമിയിൽ നമുക്കെല്ലാവർക്കും, ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും കഴിക്കാനുള്ള വിഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടും എന്നിട്ടും നമ്മുടെ ദാരിദ്ര്യം മാറുന്നില്ല എന്നുള്ളതാണ് കാര്യം. എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിനായ കാരണം ഉൽപാദനത്തിന്റെ കുറവല്ല എന്നാണ് പറയുന്നത്. അതിന്റെ മെയിനായ ഒരു കാരണം നമ്മുടെ അറിവില്ലായ്മയും ആൾക്കാരുടെ സപ്ലൈ ചെയിനിലുള്ള പ്രശ്നങ്ങളും മറ്റുമൊക്കെയാണ് ഇതിന്റെ ഈ പട്ടിണിയുടെ ഒരു കാരണം എന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ആ നമ്മുടെ അറിവില്ലായ്മ, അതാണ് എന്നെ ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ എനിക്ക് കൂടുതൽ പ്രചോദനമായത്. അപ്പൊ പട്ടിണി അല്ലെങ്കിൽ ഹങ്ങർ എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്നാൽ ഇതിലും വലിയ ഒരു പട്ടിണി എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൽ നിശബ്ദമായി നടക്കുന്ന മറ്റൊരു പട്ടിണിയുണ്ട്. അത് മനസ്സിന്റെ പട്ടിണിയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മനസ്സിന്റെ പട്ടിണിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ ലോകം മുഴുവൻ വിരൽത്തുമ്പിലുള്ള ഇന്നത്തെ ഡിജിറ്റൽ ലോകമാണ്. ഈ ഡിജിറ്റൽ ലോകം ഇതെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ഉണ്ടെങ്കിലും മനുഷ്യ ബന്ധങ്ങൾക്ക് വേണ്ടി പട്ടിണി കിടക്കുന്ന ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. 1000 ശബ്ദങ്ങൾക്കിടയിലും നമ്മൾ ഒരു വാക്ക്, നമ്മുടെ സങ്കടം കേൾക്കാൻ ആളില്ലാതെ പട്ടിണി കിടക്കുന്ന മനസ്സിന്റെ പട്ടിണി ഒരു സ്ഥലത്തുണ്ട്. നമ്മൾ അത് നമ്മുടെ ഒരു സ്ഥലത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ ലോകമെമ്പാടുമുള്ള ദുർബല സമൂഹങ്ങളിലെ അസമത്വം കൊണ്ടും വിതരണ പരാജയങ്ങൾ കൊണ്ടും നമ്മുടെ ലോകത്ത് നടക്കുന്ന സംഘർഷങ്ങൾ, ഈ യുദ്ധങ്ങൾ, അങ്ങനെയുള്ള ഇതുകൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും യഥാർത്ഥ പട്ടിണി, ആഹാരത്തിന് വേണ്ടി പട്ടിണി കിടക്കുന്ന ഒരു അസമത്വവും, അതായത് പട്ടിണി കിടക്കുന്ന ഒരു ജനവിഭാഗമുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റിന് ആധാരമായി നമ്മൾ എടുക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു ചെറിയ സ്റ്റാറ്റിസ്റ്റിക് പറയുന്നത് 8.2% ജനങ്ങൾ പട്ടിണി മൂലം കഷ്ടപ്പെടുന്നവരാണ് എന്നാണ് പറയുന്നത്. ലോകം 673 മില്യൺ ജനവിഭാഗം 2024 ഗ്ലോബൽ കണക്ക് വെച്ചിട്ട് പട്ടിണിയിലാണ് എന്നാണ് പറയുന്നത്. ഇതിന് നമ്മൾ ഓരോരുത്തരും, അതിൻ്റെ ഒരു കോട്ട് പറയുന്നത്, സീറോ ഹങ്ങർ ബിഗിൻ വിത്ത് ഈച്ച് വൺ ഓഫ് അസ്. നമ്മൾ ഓരോരുത്തരിലുമാണ്. നമ്മൾ പറയാറില്ലേ, JC-യിലൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി നന്നായാൽ ആ കുടുംബം നന്നാവും, ആ കുടുംബം നന്നായാൽ ആ സമൂഹം നന്നാവും, അങ്ങനെയുള്ള സമൂഹങ്ങൾ നന്നാവുമ്പോൾ ഈ ലോകം തന്നെ നന്നാകും എന്നാണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഈ സീറോ ഹങ്ങറിന് വേണ്ടി നമ്മൾ ഓരോ വ്യക്തികളും ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടി പ്രയത്നിച്ചാൽ നമുക്ക് ഈ ഹങ്ങർ ഒരു പരിധിവരെ അല്ല, പൂർണ്ണമായും വേണമെങ്കിലും നമുക്കത് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയും എന്നതാണ് സത്യം. അതിന് വേണ്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ആൾക്കാരിലേക്ക് ഈ അവയർനെസ് എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ സാധാരണ ട്രെയിനിങ് എടുക്കുമ്പോൾ എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പോയിന്റ് ബൈ പോയിന്റുകളായിട്ടാണ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ സ്റ്റൈലുണ്ട്. ഇന്ന് ഈ സബ്ജക്റ്റിൽ ഞാൻ 4 പോയിന്റുകളാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഒന്നാമത്തെ പോയിന്റ് റെഡ്യൂസ് ഫുഡ് വേസ്റ്റ് എന്നുള്ളതാണ്. ആഹാരം വേസ്റ്റ് ആക്കുന്നത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് ചൂസ് ഹെൽത്തി ആൻഡ് ലോക്കൽ ഫുഡ്. നമുക്ക് നല്ല ഹെൽത്തിയായ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറിയ ലോക്കൽ ഫുഡുകൾ നമ്മൾ കൂടുതൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. മൂന്നാമത്തെ എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ഫുഡ് വേസ്റ്റ് എന്നുള്ളത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് ഹോം ഗാർഡനിങ്. നമ്മളെ നാട്ടിൽ നമ്മൾ ഗാർഡനിങ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തത് അവയർനെസ് ആൻഡ് സപ്പോർട്ട്, എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ കണ്ടു, പട്ടിണി എന്ന് പറയുന്നത് ഒരു വ്യക്തിഗത പ്രശ്നമല്ല, അത് സമൂഹത്തിന്റെ കൂട്ടായ ശ്രദ്ധയും സഹകരണവും ആവശ്യമുള്ള ഒരു സാമൂഹിക വെല്ലുവിളിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അവിടെ വാട്ട് വി ക്യാൻ ഡു, അത് ഇൻഡിവിജ്വലി, ആ കളക്റ്റീവ്ലി, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മളെ ഇന്നത്തെ സബ്ജക്റ്റ്. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റ് റെഡ്യൂസ്
ഫുഡ് വേസ്റ്റ് എന്നുള്ളതാണ്. നമ്മൾ മാക്സിമം ഫുഡ് വേസ്റ്റ് ആക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്. അതിലാദ്യമായി എനിക്ക് പറയാനുള്ള, അതിൽ തുടക്കേണ്ടത് നമ്മൾ ഇൻഡിവിജ്വലി ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും താഴെ ലെവലിൽ മൈക്രോ ലെവലിൽ നോക്കുകയാണെങ്കിൽ ആദ്യം കുറയ്ക്കേണ്ടത് പ്ലേറ്റ് വേസ്റ്റ് ആണ്. പ്ലേറ്റിൽ വരുന്ന ആഹാരത്തിന്റെ പരമാവധി കുറയ്ക്കാൻ, പ്ലേറ്റിൽ വരുന്ന വേസ്റ്റ് അത് പരമാവധി കുറയ്ക്കാനും ആവശ്യത്തിന് മാത്രം ഭക്ഷണം വിളമ്പുകയും ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ പ്ലേറ്റിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. ഒരു വ്യക്തിപരമായ ഒരു കൊച്ചു മാറ്റങ്ങൾ, ഈ ഫുഡ് വേസ്റ്റ് എന്ന് പറയുന്ന പ്ലേറ്റിൽ വരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, ഇത് വ്യക്തിപരമായ ഈ ചെറിയ മാറ്റം പോലും ഒരു വലിയ വിഭാഗത്തിന്റെ ആഹാരം, വലിയ വിഭാഗത്തിന്റെ വിശപ്പ് മാറ്റാൻ നമുക്ക് ഈ ചെറിയ മാറ്റങ്ങൾ കൊണ്ട്, ഫുഡ് വേസ്റ്റ് എന്ന് പറയുന്ന ഈ ചെറിയ പ്ലേറ്റ് വേസ്റ്റ് മാത്രം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു പരിധി വരെ ഒരു വലിയ സമൂഹത്തിന്റെ വിശപ്പ് മാറ്റാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അതിൽ ഒന്നാമതായി ആ കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ മലയാളികൾ വളരെ പുറകിലാണെന്ന് പറയേണ്ടി വരും. അതായത് നമ്മുടെ ടേബിൾ മാനേഴ്സും, നമ്മുടെ ഹോട്ടലുകൾ, ഇപ്പൊ ഇതിനകത്ത് ഉസ്മാൻ ജിയൊക്കെ കൊണ്ട് ഹോട്ടലൊക്കെ നടത്തുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാവരും വെളിയിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള, ഒരുപാട് സമൂഹത്തിൽ വെളിയിലൊക്കെ പോയി ഒരുപാട് ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഞാനത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് ഇപ്പൊ 4-5 പേര് കൂടി നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്ന് കയറുകയാണെന്ന്, അവിടെ നമ്മളൊരു ക്യൂബിക്കിലോട്ട് കയറാൻ സാർ നല്ല തിരക്കുള്ള ഹോട്ടലാണെങ്കിൽ പറയും ഒന്ന് വെയിറ്റ് ചെയ്യണേ 2 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ടീം ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തോട്ട് കയറാം. അതിനകത്തേക്ക് അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ ചില റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടോ? എസ്പെഷ്യലി അത് നമുക്ക് കാണാൻ കഴിയുന്ന കേരളത്തിൽ തന്നെയാണ്. ഒരു ടേബിളിനകത്ത് എന്തോ സംഭവം, ഒരു അംഗം നടന്ന കണക്കാണ് ഒരു ടേബിൾ കിടക്കുന്നത്. ഫുഡിന്റെ ആവശ്യത്തിലധികം ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിക്കാതെ വലിച്ചെറിഞ്ഞ് കട്ട്ലറീസ് ഒക്കെ അവിടെ ഇവിടെയും കിടക്കുന്നതാണ്, ഗ്ലാസ് വെയർ ഒക്കെ അവിടെ കിടക്കുന്നതാണ്, ഡിന്നർ വെയർ തന്നെ അതും അവിടെയും ഇവിടെയും, നാപ്കിൻ ക്ലോത്ത് എല്ലാം കൂടെ ഒരു മേളയായിരിക്കും. ആ വെയിറ്റർ വന്നിട്ട് ഇതെല്ലാം ഓരോരുത്തരോരുത്തർ ഇങ്ങനെ പറക്കിക്കൊണ്ട് പോകുന്നതാണ്. പക്ഷെ ഇത് ഭയങ്കരമായി വിഷമം തോന്നാറുണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ഈ ടേബിൾ മാനേഴ്സ് ഏറ്റവും കുറവുള്ളത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് മലയാളികളായിരിക്കും. കാര്യം നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്കോട്ടൊക്കെ പോയി വലിയ ഹോട്ടലുകളിൽ കയറി ഇത്രയും അധികമായി ഫുഡ് വേസ്റ്റ് ചെയ്യുന്നവർ വേറെ എവിടെയും കാണാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമത് നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ എറ്റിക്യൂട്ട്സ്, ഫുഡിന്റെ ഹോട്ടൽ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ചെയ്യേണ്ട മര്യാദകളുണ്ടല്ലോ, നമ്മൾ വളരെ പൂറാണ് നമ്മളെ കാര്യത്തിൽ. നമ്മളതിനകത്ത് കയറി ചെയ്യുന്ന ആ നാപ്കിൻ യൂസ് ചെയ്യാൻ നമുക്കറിയില്ല, കട്ട്ലറീസ് യൂസ് ചെയ്യാൻ നമുക്കറിയില്ല. എന്നാൽ ആ വേണ്ടാത്ത സാധനങ്ങൾ ആ വെയിറ്ററെ വിളിച്ചിട്ട് ഇനി ഒന്ന് ഈ ടേബിളിൽ നിന്ന് ഈ കട്ട്ലർ ഇത് നമുക്കൊന്നും വേണ്ട, ഇതൊക്കെ അവരെ ഹോട്ടലിൽ ആ ഒരു ടേബിൾ സെറ്റിംഗ് അല്ലെങ്കിൽ ടേബിൾ സ്കാപ്പ് എന്ന് പറയുന്ന പോലെ അവരതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം, മറ്റൊന്ന് ഒഴിവാക്കാൻ പറഞ്ഞാൽ ആ വെയിറ്റർ നന്ദി പറയും, അവരാവശ്യമില്ലാത്ത ഒന്നും എടുത്തില്ലല്ലോ, അതിൻ്റെ അകത്ത് ഗ്ലാസ്സോ നമുക്ക് ആവശ്യമില്ലാത്ത എന്തെല്ലാം കട്ട്ലറീസ് ഉണ്ടോ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ അത് അവർ കുറേയൊക്കെ അങ്ങ് എടുത്തു മാറ്റും. ആ ഡിന്നർ വെയറിലും കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇതൊക്കെ അങ്ങ് ഒഴിവാക്കും, നമുക്ക് ആ പ്ലേറ്റും മറ്റു 2 സാധനങ്ങൾ മതി എന്ന് പറഞ്ഞാൽ, എന്നിട്ട് മാന്യമായി ഫുഡ്, ആവശ്യത്തിനുള്ള ഫുഡ് മാത്രം ഓർഡർ ചെയ്ത് കഴിച്ചാൽ തന്നെ എന്തുമാത്രം, ഒരു 4 പേരാണെങ്കിൽ ഒരു 8 പേര് കഴിക്കാനുള്ള ഫുഡിന്റെ ഓർഡറാണ് കൊടുക്കുന്നത്. അതിൽ കുറച്ച് കഴിക്കുന്നു, കുറച്ച് കളയുന്നു. അതൊക്കെ നമ്മളെ കുട്ടികളെ നമ്മൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് സത്യം പറയാൻ. വളരെ വിഷമം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഫുഡ് വേസ്റ്റ് ആരോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാർ അവസരം തരാം, ഞാൻ ഒരു സെക്കൻഡ് ഇത് സംസാരിച്ചിട്ട് ആദ്യത്തെ ഈ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഞാൻ എല്ലാവരിലേക്കും എത്താം. അപ്പോ ഈ ആവശ്യത്തിന് മാത്രം ഫുഡ്, നമ്മളെ പ്ലേറ്റിലെ വേസ്റ്റ് നമുക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ആവശ്യമായ ഫുഡ് മാത്രം എടുക്കുക. അതോടൊപ്പം പറയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം കൂടിയാണ്. വിവാഹ ഫംഗ്ഷനുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പണ്ട് കാലങ്ങളിൽ ആൾക്കാരെ ഇങ്ങനെ ലൈനായിട്ട് ഇരുത്തിയിട്ട് വരിയായിട്ടിരുന്ന് ഇലയിട്ടിട്ട് ആഹാരം വിളമ്പി കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. അന്ന് ചിലപ്പോൾ ഫുഡ് വേസ്റ്റ് വരും, കാര്യം കൊണ്ട് വട്ടിയിലൊക്കെയാണ്, ഞങ്ങളുടെയൊക്കെ ഇവിടെയൊക്കെ ചോറൊക്കെ ഇടുന്നത് വട്ടിയിലാണ് കൊണ്ട് തട്ടിക്കൊണ്ടുവരുന്നത്. അന്നത്തെ ആൾക്കാർ നിറച്ച് കഴിക്കുകയും ചെയ്യും. അന്നത്തെ ആൾക്കാർ നല്ല ഒരുപാട് ജോലി ചെയ്യുന്നവരും ഒരുപാട് ഫുഡ് കഴിക്കുന്നവരുമാണ്. അന്നത്തെ ആൾക്കാരൊക്കെ 10 പേര് കഴിക്കുന്നു, ഇന്ന് 20 പേർക്ക് വിളമ്പാൻ പറ്റും, അത്രയും നല്ല ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. ആ ഫുഡ് ഇലയിൽ വിളമ്പിക്കൊടുത്താൽ, വിളമ്പുന്ന സദ്യ ഉണ്ടതിന് ശേഷം ഇല കൊണ്ടുപോകുമ്പോൾ ആ ഇല കൈനീട്ടി വാങ്ങാൻ നിൽക്കുന്ന ഒരു സമൂഹം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ. അത്രയ്ക്ക് പട്ടിണി അനുഭവിച്ച ഒരു കേരളം, ഒരു നാട് നമുക്കുണ്ടായിരുന്നു, നമുക്കുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഇത്രയും ആഡംബരമൊക്കെ കാണിക്കുന്നതും
അതിനുശേഷമാണ് ഇപ്പൊ ഓണം ഈ കല്യാണങ്ങളും ഫംഗ്ഷനുകളും ഒക്കെ ബൊഫേ സിസ്റ്റം ഒക്കെ വന്നത്. അപ്പോൾ ഫുഡ് വേസ്റ്റ് കുറേയാണ് വേണ്ടത്. കാര്യം നമ്മുടെ ആവശ്യത്തിനുള്ള ആഹാരം നമ്മളാണ് സെലക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ അതനുസരിച്ച് എനിക്ക് എത്ര കഴിക്കണമോ അത്ര മാത്രം എടുക്കരുതെങ്കിൽ ആ ഫുഡ് വേസ്റ്റ് എന്ന് പറയുന്നത് കുറയാണ് ചെയ്തത്. പക്ഷെ എന്നാൽ ഇവിടെ കൂടുകയാണ് ചെയ്തത്. കാര്യം ഈ രണ്ടാമത് എടുക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാം പ്ലേറ്റിലേക്ക് വാരി വെച്ച് കുറച്ച് കഴിച്ച് ബാക്കി മൊത്തമായി വേസ്റ്റ് ചെയ്യുന്ന ഒരു രീതി, അതൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നാറുണ്ട്. അപ്പൊ നമ്മുടെ പോയിന്റില് ഒന്നാമത്തെ പോയിന്റ് ആവശ്യത്തിന് മാത്രം ഫുഡ് കഴിക്കുക, നമ്മളെ ഫുഡ് വേസ്റ്റ്, പ്ലേറ്റിലെ ഫുഡ് വേസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് എന്റെ പോയിന്റ്, ആ പോയിന്റ് തന്നെ രണ്ടാമത്, അതിനോട് ഫുഡ് വേസ്റ്റിൽ രണ്ടാമത് പറയാനുള്ളത് കൃത്യമായ സംഭരണം എന്നുള്ളതാണ്. കൃത്യമായ സംഭരണത്തിൽ പറയേണ്ട രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ആഹാര സാധനങ്ങൾ ഒരു വീട്ടിൽ തന്നെയുള്ള, നമ്മുടെ വീട്ടിലുണ്ടായ ഒരു കുമ്പളങ്ങ ഉണ്ടായെന്നിരിക്കട്ടെ, ഒരു കുമ്പളങ്ങ നമ്മുടെ വീട്ടിലുണ്ടായ, നമ്മളെ ആവശ്യത്തിന് അത് മുറിച്ചെടുത്തിട്ട് ബാക്കി എപ്പോഴും ഫ്രിഡ്ജിലോട്ട് കയറ്റും. ഫ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്തോട്ട് വെക്കും. പിന്നെ നമുക്ക് കുമ്പളങ്ങനെ ആവശ്യമില്ല, ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അത് അതിനകത്ത് നിന്ന് എടുത്ത് വെളിയിലോട്ടാൻ കളയും. ചില ആൾക്കാർ ചിലപ്പോൾ കുറച്ചൊക്കെ ഉപയോഗിച്ചെന്ന് വരും. ഒരുപാട് സാധനങ്ങൾ ഇന്ന് ഫ്രിഡ്ജുകളിൽ ഇരിക്കുന്നത് അത് വേസ്റ്റ് ആയിട്ട് രണ്ടാമത് ഫ്രിഡ്ജിൽ കുറെ കാലം ഇരുന്നിട്ട് വേസ്റ്റിലേക്ക് പോകുന്ന ഒരു ശീലമാണ്. പണ്ട് കാലത്ത് അങ്ങനെയല്ല. ഒരു കുമ്പളങ്ങ നമ്മളെ വീട്ടിലുണ്ടായാൽ അതിന്റെ പകുതി നമ്മൾ മുറിച്ചെടുത്തിട്ട് പകുതി കൊണ്ട് ചെന്ന് അപ്പുറത്തെ മതിലിൽ അല്ലെങ്കിൽ അപ്പുറത്തെ അയൽക്കാരൊക്കെ കൊടുക്കും. ചേച്ചി, നമ്മളെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ്, എന്താ പകുതി. അത് കൊടുക്കുമ്പോൾ ആ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം, ആ ഒരു സ്നേഹമാണ് അവിടെ വിളമ്പുന്നത്. അതിന്റെ പിന്നിൽ ഒരു കൃത്യമായ ആ ഒരു സംഭരണം, ഫുഡ് വേസ്റ്റ് ആകുന്നില്ല. ഒരു ചക്ക തന്നെ കിട്ടിയാൽ ഒരു വീട്ടിൽ ഒരു ചക്കയുടെ ആവശ്യമില്ല, അതിന് കുറച്ച് ഭാഗം നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി മറ്റൊരു നമ്മുടെ അയൽക്കാർക്ക് കൊടുക്കുന്ന ഒരു രീതി ഇന്ന് കൊടുക്കുകയാണെങ്കിൽ പറയും, അവർ വാങ്ങിക്കുകയൊന്നുമില്ല, നമ്മൾ കൊണ്ടു ചെന്നാൽ അവർക്ക് എന്ത് തോന്നും, അവരത് വാങ്ങിക്കുകയൊന്നുമില്ല, പണ്ട് ഞാൻ കൊടുത്തപ്പോൾ അവർ വാങ്ങിയിട്ടില്ല, അപ്പൊ ആൾക്കാർ വാങ്ങില്ല, അപ്പൊ അവരൊന്നും തരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു ശീലം. നമ്മൾക്ക് നല്ല ഒരു രീതികൾ ഉണ്ടായിരുന്നു നമ്മുടെ സമൂഹം. നമ്മൾ ജീവിച്ചത് വളരെ നല്ല സൗഹൃദപരമായ ജീവിച്ച നമ്മളാണ് ഇപ്പോൾ എന്തുകൊണ്ടോ അകന്നകന്നകന്ന് പോയി മതിലുകൾക്കാകൾ ചുരുങ്ങി പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടെങ്കിലും മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുന്ന ഒരു മെന്റാലിറ്റി ഉള്ള ഒരു സമൂഹമായിരുന്നു കേരളം. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന വ്യത്യാസം വളരെ വലുതാണ്. ഒരു ശകലം പോലും ആഹാര സാധനം വേസ്റ്റ് ആകുന്നില്ല എന്നുള്ളതാണ്. ആവശ്യത്തിനുള്ള സാധനം കൃത്യമായി വെച്ച് ഉപയോഗിക്കുകയും ആവശ്യമില്ലാത്തത് നമ്മുടെ അയൽക്കാർ കൂടി കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ ഭക്ഷണത്തിന്റെ വേസ്റ്റ് വളരെ കുറയുന്നു എന്നുള്ളതാണ് അവരുടെ രണ്ടാമത്തെ പോയിന്റ്. അതോടൊപ്പം ഭക്ഷണം വേസ്റ്റ് ആകുന്ന മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് ഇതുപോലെ ഫംഗ്ഷനുകൾക്കാണ്. നമ്മൾ കല്യാണമൊക്കെ നടത്തുമ്പോൾ അന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രോഗ്രാം കഴിയുമ്പോൾ ഒരു 20, 25, 50 പേർക്കുള്ള ഫുഡെങ്കിലും അവസാനം കുഴിയെടുത്ത് മൂടുന്ന പല സ്ഥലങ്ങളിലുണ്ട്. ഒരു കുഴിയിലേക്ക് കൊണ്ട് തട്ടുന്നു, അല്ലെങ്കിൽ അന്ന് അവിടെ പാത്രത്തെ അടുക്കി വെച്ചിട്ട് രാത്രി 10:30 മണിയായി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ടത്, അടച്ചു വെച്ചാൽ നാളെ രാവിലെ ഒരു ലേബർ വരും, അവൻ ഇതെല്ലാം കൂടെ വാരിക്കെട്ടി കുഴിയെടുത്ത് കുഴിക്കലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വരും. എന്നാൽ നമ്മൾ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും അനാഥാലയങ്ങളും അങ്ങനെ ആഹാരത്തിന് വിശക്കുന്നവരുടെ ഒരു സംഘടനകളും സന്നദ്ധ സംഘടനകളും ഉണ്ടെങ്കിൽ അവരെ നേരത്തെ കൂട്ടി അറിയിച്ചിരുന്നാൽ, നമ്മൾ 20-ാം തീയതി നമ്മുടെ ഇന്നടത്ത് വെച്ചൊരു ഫംഗ്ഷനാണ്, അന്നൊരു 100 പേരുടെ ഇത് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ഒരു പക്ഷേ ഫുഡ് വേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾ രാത്രി ഒരു 10 മണിക്ക് വരണം, ബാക്കിയുള്ള ആഹാരമൊക്കെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായും 10 മണിക്ക് വന്ന് നമ്മുടെ അവിടെ നിന്ന് കളക്ട് ചെയ്യും. എല്ലാ സ്ഥലത്തും ഉണ്ട് കേരളത്തിൽ. അത്തരം രീതിയിൽ ആഹാരം സാധനങ്ങൾ വേസ്റ്റ് ആക്കാതെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഒരു പരിധിവരെ ഫുഡ് വേസ്റ്റേജ് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ഒന്നാമത്തെ പോയിന്റ്, ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കളക്റ്റീവ്ലി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ അതിലൂടെ ഒരുപാട് ആളുകൾക്ക് ഈ വിശന്നിരിക്കുന്നവരിലേക്ക് ആഹാരം എത്തിക്കാനും അതിലൂടെ ഒരു പരിധിവരെ പട്ടിണിയെ നിർമ്മാർജ്ജനം ചെയ്യാനും നമുക്കാകും എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരൊക്കെ ഹാൻഡ് റൈസ് ചെയ്തു, പലർക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. നമ്മൾ ഇതിന് ഹോട്ടലിലേതായാലും ഫുഡ് വേസ്റ്റിനെ കുറിച്ചായാലും ഇതിൽ ഇനി ആർക്കെങ്കിലും 1-2 പേർക്ക് അവസരം തരാം, നമ്മൾക്ക് എങ്ങനെ ഫുഡ് വേസ്റ്റ് കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ച്. മനോജ് സാർ.
അവസരങ്ങൾ ഉപയോഗിക്കാം, ആർക്ക് വേണമെങ്കിലും പറയാം. ആർക്കെങ്കിലും 1-2 പേർക്ക് പറയാം. ഇതിൽ ഞങ്ങൾ കവർ ചെയ്യാത്ത ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഫുഡ് വേസ്റ്റ് ആകുന്ന നമുക്ക് അതിന് നമുക്ക് എന്തെല്ലാം രീതിയിൽ അതിനെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ആർക്കെങ്കിലും ഫുഡ് വേസ്റ്റിനുമായി സംബന്ധിച്ച് ആളനുസരിച്ച് ഇപ്പം നമ്മൾ കുടുംബത്താണ് വയ്ക്കുന്നുണ്ടെങ്കിൽ ആളനുസരിച്ച് വയ്ക്കുക എന്നുള്ളത്, അവർക്ക് ആവശ്യമുള്ളത് മാത്രം ആദ്യം തയ്യാറാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് നല്ലൊരു പോയിന്റ് ആണ്. അതായത് ഫുഡ് പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ തന്നെ നേരത്തെ നമ്മളൊരു 20 പേര് വരുന്ന ഒരു ഫംഗ്ഷനാണ് എങ്കിൽ അത് നേരത്തെ തന്നെ അതിന്റെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുകയും അത്ര പേർക്ക് വേണ്ടി മാത്രം ഫുഡ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്താൽ അതൊരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. നല്ല പോയിന്റ് ആണ് ഷിനു, താങ്ക് യു. വേറെ ആർക്കെങ്കിലും? സാറേ വേറൊരു കാര്യം പറയാനുള്ളത് സാറേ, ഇപ്പൊ ഈ പുതിയ ബൊഫേ സംവിധാനം ഇല്ലേ സാറേ, അപ്പൊ അതിനകത്ത് നമ്മളൊക്കെ ഇപ്പോഴാണല്ലോ അതിലേക്ക് വന്നത്. അപ്പൊ ആ സംഭവത്തില് ഇപ്പൊ സാധാരണക്കാർ എന്താ ചെയ്യുന്ന വെച്ചെങ്കിൽ ഒരു പ്ലേറ്റ് എടുക്കുന്നു, അത് തുടക്കം മുതലേ ഉള്ള എന്തെല്ലാം സാധനങ്ങളുണ്ട് അവർക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ല, അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ആ പ്ലേറ്റിനകത്ത് നിറയ്ക്കുന്നു. റൈസ് അടക്കമുള്ള എല്ലാ എടുത്തുകൊണ്ട് അവസാനമാകുമ്പോൾ ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആ വേസ്റ്റ് കൊണ്ട് തട്ടുന്ന ഒരു സാഹചര്യം. രണ്ടാമത്തത്, നമ്മൾ ഇലയിട്ട് വിളമ്പുകയാണെങ്കിൽ പോലും ആദ്യം എല്ലാ സംഭവങ്ങളും വിളമ്പി വെച്ച് ഒരു 5 വയസ്സായ കുട്ടിക്കും ഒരു 50 വയസ്സായ ആൾക്കും ഒരേ അളവിൽ വിളമ്പിയിട്ട് ആ ഫുഡ് കൊണ്ട് വേസ്റ്റ് ആക്കുന്ന ഈ 2 സംഭവങ്ങളും വളരെയധികം വേസ്റ്റ് ചെയ്യുന്ന സംഭവമാണെന്ന് തോന്നിയിട്ടുണ്ട്. കറക്റ്റ് ആണ് സാറേ. അതാണ് ഈ ബൊഫയിൽ നിന്ന് ഇലയിൽ വിളമ്പുന്നതെന്ന് ബൊഫയിലേക്ക് വന്നതിന്റെ ഒരു കാരണം ഫുഡ് വേസ്റ്റ് കുറയ്ക്കുക എന്നുള്ള ടെൻഡൻസി ആയിരുന്നു. ഫുഡ് വേസ്റ്റ് കുറയ്ക്കുക എന്നുള്ള ടെൻഡൻസി. പക്ഷെ അത് പ്രാക്ടിക്കലി വന്നത് ഫുഡ് വേസ്റ്റ് കൂട്ടുകയാണ് ചെയ്തത്. അവിടെയൊക്കെ നമ്മളുടെ ശ്രദ്ധ വേണം. നമ്മളെ പോലെയുള്ള ആൾക്കാർ മറ്റുള്ളവർക്ക് ഇത്തരം അറിവുകൾ കൂടി പകർന്നു നൽകണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കബീർ സാർ, ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ ഭക്ഷണത്തിന് മുമ്പ് അവിടെ ആദ്യം ചെല്ലുമ്പം കുറെ സ്നാക്സും ജ്യൂസും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉണ്ട്. അതെല്ലാവർക്കും ഭയങ്കര ആവേശത്തോടു കൂടി പോയി എല്ലാം കഴിക്കും. എല്ലാം കഴിച്ച് ജ്യൂസും കുടിച്ച് ചായയും കൂടെ കുടിച്ചിട്ടാണ് പിന്നെ ഉണ്ണാൻ കയറുമ്പോൾ ഇതുപോലെ ഇപ്പൊ പറഞ്ഞതുപോലെ ഭക്ഷണം എടുക്കുമ്പോൾ അത് കുറെ അങ്ങ് വേസ്റ്റ് ആവും. അതങ്ങനെ ഈ സ്നാക്സ് വന്നതോടുകൂടിയാണ് കുറച്ചുകൂടെ ഇങ്ങനെ വേസ്റ്റ് കൂടുതലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ അത് ആദ്യം കഴിക്കുമ്പോൾ തന്നെ അവരുടെയൊക്കെ വയറ് നിറയും. അത് ആക്രാന്തത്തോട് കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് കുടിക്കുകയും കഴിക്കുകയും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആയിരിക്കുന്ന മറ്റുള്ള ഭക്ഷണമൊക്കെ വേസ്റ്റ് ആവുമെന്ന്. അതങ്ങനെ എന്റെ ശ്രദ്ധ ഞാൻ പെട്ടിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ കുറച്ച് ശരിയാണ് മാഡം, ശരിയാണ്. അപ്പൊ ഇന്നാളെ ഞാൻ ഇതുപോലെ വേറൊരു വീഡിയോ ഒരാളുടെ കാണുകയുണ്ടായി. അദ്ദേഹം ചോദിച്ചു, ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ അയാൾ പലരും പറഞ്ഞു ഞാൻ ഇന്നടുത്ത് കണ്ട. അല്ല, ഞാൻ കണ്ടിട്ടുണ്ട് കല്യാണ പന്തലുകൾ, കല്യാണ സ്ഥലങ്ങളിലാണ്. അവര് ഉണ്ണാനൊക്കെ തള്ളി ഇടിച്ച് കയറുന്ന കണ്ട ഒരാഴ്ചയായിട്ട് അവർ ആഹാരം കഴിക്കാതെ കിടന്നതുപോലെ തോന്നും എന്ന് അയാൾ തമാശ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, ഇതാണ് നമ്മുടെ ഒരു സമൂഹം. നമുക്ക് ഈ ഫുഡ് വേസ്റ്റ് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ആ നോളജ് ഉണ്ടായിരിക്കണം. ഇത് ചെയ്യുന്നത് നമ്മളെ പൈസക്ക് ചെലവാക്കി നശിപ്പിക്കുന്നെങ്കിലും ഒരു സാമൂഹിക വിപത്താണ് നമ്മൾ എടുത്തുവെക്കുന്നത്. ഒരുപാട് ജനവിഭാഗം പട്ടിണി കിടക്കുന്നതിന്റെ ഒരു കാരണം ഞാൻ ഇന്ന് എൻ്റെ പ്ലേറ്റിൽ വേസ്റ്റ് ആക്കിയ ഫുഡാണെന്നൊരു ചിന്ത നമുക്കും കൂടി ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അടുത്ത രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകാം. നമ്മൾ പ്രാദേശിക ഉൽപ്പന്നങ്ങളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കണം. പ്രാദേശിക ഉൽപ്പന്നങ്ങൾ കഴിക്കുകയും അതിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കുകയും വേണം. നമ്മൾക്ക് വലിയ വില കൊടുത്ത് കിവി വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ നല്ല നല്ല ഫ്രൂട്ടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ പല വീടുകളുടെയും പപ്പായ ഏറ്റവും നല്ല ഫ്രൂട്ടാണ്. ഒരുപാട് ഗുണങ്ങളുള്ള പപ്പായ കാക്കയിൽ നിന്നാണ്. അത് ആർക്കും വേണ്ട. നല്ല പല ചക്ക, ഈ നമ്മൾ നിസ്സാരമായി കാണുന്ന ഈ ചക്ക എന്ന് പറയുന്നതിന്റെ ഗുണങ്ങൾ ഭയങ്കര വലുതാണ്. ചക്ക പലയിടത്തും തറയിൽ വീണ് നശിച്ചു പോവുകയാണ്. പക്ഷെ ആ സ്ഥലത്ത് നമ്മൾ കഴിക്കുന്നത് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഫ്രൂട്ട്സുകളാണ് നമ്മൾ കഴിക്കുന്നത്. നമുക്ക് നമ്മുടെ പ്രാദേശികമായുള്ള ഫലങ്ങളും പ്രാദേശികമായുള്ള ആഹാര സാധനങ്ങളിലേക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഗ്ലോബലി ആ ഫുഡ് വേസ്റ്റേജ് കുറയ്ക്കാനും ഗ്ലോബലി ആ ഹങ്ങർ കുറയ്ക്കാനും നമുക്ക് കഴിയും എന്നാണ് പറയുന്നത്. നമ്മൾ മാക്സിമം അവരുടെ ഏരിയയിലുള്ള നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന ആഹാര സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. അതായത് നമ്മൾ കൃഷിയിൽ കൂടെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തെടുക്കുന്ന സാധനങ്ങൾ, നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഗ്ലോബലി
അതൊരു ഹാങ്ങറായിട്ട് മാറും എന്നുള്ളതാണ് ഒരു കണ്ടുവരുന്നത്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നമ്മളെ ലോക്കലായിട്ടുള്ള ഫലങ്ങളായാലും മറ്റ് സാധനങ്ങളായാലും വെജിറ്റബിൾസ് ആയാലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന, നമ്മുടെ ലോകത്ത് ദൈവമായിട്ട് കണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ യഥാർത്ഥം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് നാട്ടിൽ ചെന്നാലും ആ നാട്ടിലെ മനുഷ്യർക്ക് കഴിക്കാനുള്ള സാധനം അവിടെ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇപ്പം അറബി നാടുകളിലെ ആൾക്കാർക്ക് കഴിക്കാനുള്ള അറബി നാട്ടിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് അവർക്ക് കഴിക്കാനുള്ളതാണ്. അത് കൂടുതലായിട്ട് നമ്മൾ കഴിച്ചാൽ നമ്മുടെ വയറ് കേടാവും. നമ്മുടെ നാട്ടിലുള്ള ആഹാരം അറബി നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് കൊടുത്താൽ അവർക്ക് ഒറ്റ ദിവസം ജോലി ചക്കപ്പഴം കൊടുത്താൽ മതി, അന്ന് അവരെ വയറ് ചീത്തയാവും. അതായത് ദൈവമായിട്ട് അങ്ങനെയാണ് ഈ ഭൂമി ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് ഏത് സ്ഥലത്തുള്ള ആൾക്കാർക്കും താൻ കഴിക്കാനുള്ള ആഹാരം ദൈവം അവിടെ തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് കഴിക്കാനുള്ളതാണ്. പക്ഷെ ഇപ്പൊ നമ്മളെന്താണ് ചെയ്യുന്നത്? നമുക്കുള്ളത് നമ്മളിവിടെ വേസ്റ്റ് ആക്കി മറ്റുള്ള നാട്ടിലെ സാധനങ്ങളിലേക്ക് കൂടുതൽ പോവുകയും ചെയ്യുന്ന പ്രവണതയാണ്. അത് ഒരു പരിധിവരെ ഈ ഗ്ലോബലി ഉള്ള ഈ ഹങ്ങറിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അത് ഒഴിവാക്കുകയും നമ്മൾ നമ്മുടെ നാട്ടിൽ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും ആ കാര്യങ്ങൾ അതിൽ പോഷകാഹാരങ്ങളും ഉൾപ്പെടുത്തി നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഹങ്ങറിനെ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഈ നമ്മൾ ലോക്കൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെ കുറിച്ച് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് നമുക്ക് അതിനെക്കുറിച്ച് ആർക്കെങ്കിലും പറയാം? പറഞ്ഞോളൂ. വീട്ടിലുള്ള കൃഷിയൊക്കെ നമ്മളൊന്നും കൂടെ ഡെവലപ്പ് ആക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് അതുപോലെ ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലേക്ക്. അതെ, അത് നമ്മൾ ഇനി അടുത്ത പോയിന്റിലേക്ക് വരുന്നുണ്ട്, പറയണം. പറയണം ഫറൂഖ് സാർ. സാറേ, ഇവിടെ നമ്മുടെ രാജ്യം സാറ് പറഞ്ഞ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നത്. നമ്മുടെ രാജ്യത്തെ കാലാവസ്ഥ, ഏതൊരു രാജ്യത്തെയും കാലാവസ്ഥക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ വ്യക്തി അവിടെ ജീവിക്കുന്നത്. ആ പ്രദേശത്ത് ജീവിക്കുന്ന വ്യക്തികൾക്ക് ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ജീവിക്കാൻ കഴിയും. റെസിസ്റ്റ് ചെയ്യാനാണെങ്കിൽ, അത് അനുഭവിക്കാനാണെങ്കിൽ അവർക്ക് കഴിയും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ സസ്യലതാദികളും അതുപോലെ ജന്തുവർഗങ്ങളും ഒക്കെ. അപ്പൊ നമ്മള് മറ്റൊരു സംസ്കാരം ഉൾക്കൊള്ളുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ദോഷവശങ്ങൾ ഉണ്ടാവുമെന്ന് സമൂഹം മനസ്സിലാക്കുന്നില്ല. നല്ലൊരു സന്ദേശമാണ് സാർ തന്നത്. ഓക്കെ, ശരി സാർ, താങ്ക് യു. അബൂബക്കർ സാർ പറയണം. അബൂബക്കർ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞോളൂ സാർ. സാറ് കേൾക്കുന്നില്ലല്ലോ. സാറിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നു സാറേ. മാഷെ വോയിസ് ബ്രേക്ക് ആവുന്നു. ഓക്കെ, അത് നമുക്ക് ഇനി പിന്നീട് സംസാരിക്കാം. അപ്പൊ നമ്മൾ 2 പോയിന്റുകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത പോയിന്റിലേക്ക് വരാം. അടുത്ത മൂന്നാമത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് പ്രൊമോട്ട് ഹോം ഗാർഡനിങ്. നമ്മളെ നാട്ടിലെ ഗാർഡനിങ്ങുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അത് മനോജ് സാറും ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മളെ നാട്ടിൽ ചെറിയ ചെറിയ അടുക്കള തോട്ടങ്ങളായാലും പ്രാദേശികമായിട്ടുള്ള ചില കൃഷികളായാലും അത് വളരെ ചെറുതായിട്ടായിക്കോളും. ഒരു തക്കാളി തൈ നട്ടാൽ തന്നെ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അത്തരം കാര്യങ്ങൾ അങ്ങനെ ഉള്ള ഗാർഡനിങ്ങിലൂടെയും ലോക്കൽ കൃഷികളിലൂടെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയും അത് ചെയ്യുകയും ചെയ്താൽ ഒരു പരിധിവരെ ഗ്ലോബലി ഉള്ള സ്റ്റാർവിങ്, അതായത് പട്ടിണി മാറ്റാൻ കഴിയുന്നതാണ്. നമുക്ക് ചെറിയ അടുക്കള ഇപ്പൊ ഒരുപാട് ആൾക്കാർ അതിലേക്ക് മാറിയിട്ടുണ്ട്. അടുക്കള തോട്ടങ്ങളിലും അതിന് പിന്നെ നമ്മുടെ ഗവൺമെന്റ് തലത്തിലും ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് ഇത്തരം കൃഷികൾ. അത് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള വികാരം ഇത് തന്നെയാണ്. നമുക്ക് നമ്മളെ നാടുകളിൽ ഉണ്ടാകുന്ന കൃഷി അത് നമ്മൾ ഗ്ലോബലി ഉണ്ടാകുന്ന പട്ടിണിയെ മാറ്റാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ നാട്ടുകളിലൊക്കെ പണ്ട് കൃഷികൾ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ കൃഷികൾ. നമുക്കറിയാം വയലേലകൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ പണ്ട് കരകൃഷി ഉണ്ടായിരുന്നു. കരകൃഷി എന്ന് പറഞ്ഞാൽ സാധാരണ വയലുകളിലല്ലാത്ത സ്ഥലങ്ങളിലും നെല്ല് കൃഷി ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പണ്ട് അരിക്കൊക്കെ ഒരുപാട് ഷോർട്ടേജ്, പട്ടിണി കിടന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന സമയമുണ്ട്. നമുക്ക് നെല്ലരി ആഹാരം കിട്ടാനില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ആൾക്കാർ നെല്ല് കരയിൽ കൃഷി ചെയ്യുമായിരുന്നു. അപ്പൊ നെല്ല് കരയിലും കൃഷി ചെയ്തെടുക്കാൻ പറ്റും. ഈ ഇടയ്ക്ക് ആരോ ചട്ടികളിൽ ഇങ്ങനെ വെച്ചിട്ട് നെല്ല് കൃഷി ചെയ്ത് നല്ല ഒരു ഇതായിട്ട് കൃഷി ചെയ്തെടുക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കൃഷികളായാലും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും നമ്മൾ അടുക്കള തോട്ടങ്ങൾ പോലെയുള്ള നമ്മളെ പ്രാദേശികമായ കൃഷികളെ നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഹങ്ങർ എന്ന് പറയുന്നത്
പിടിച്ചു നിർത്താൻ കഴിയും എന്നാണ് പറയുന്നത്. ഒരുപാട് നമ്മളെ ഇപ്പോൾ കൊച്ചു നമ്മൾ വിചാരിക്കുമോ നമ്മളിപ്പോൾ എത്തിപ്പോലും കൃഷി ചെയ്തുകൊണ്ട് എന്തുണ്ടാവാൻ. ഇത്തരം ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വലിയ വ്യത്യാസങ്ങളിലേക്ക് മാറുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ചെറിയ കൃഷികളെയും നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ചെറിയ അടുക്കളത്തോട്ടങ്ങളെയും പ്രൊമോട്ട് ചെയ്താൽ നമുക്കൊരു പരിധിവരെ നമ്മൾ ഈ സ്റ്റാർവിങ്, അത് പട്ടിണി എന്ന് പറയുന്നത് ഗ്ലോബലി ഉള്ള ഈ വിഷയത്തിൽ ഒരു പരിധിവരെ നമുക്ക് സഹായകമാകും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി എൻ്റെ 4ാമത്തെ പോയിന്റ് അവയർനെസ് ആൻഡ് സപ്പോർട്ടാണ്. യഥാർത്ഥത്തിൽ അവയർനെസിന്റെ ഭാഗത്ത് ഒരുപാട് വീഴ്ചയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും നിസ്സാരമായി ഇഗ്നോർ ചെയ്ത് കളയുന്നത്. നമുക്ക് ഈ ഫുഡ് വേസ്റ്റ് ഒക്കെ നമ്മൾ കാണുമ്പോൾ പറയുമ്പോൾ എല്ലാവരും പറയും, പ്രവൃത്തിയിലോട്ട് കൊണ്ടുവരാനും അത് നമ്മളെ പോലെയൊക്കെ ഉള്ള ആൾക്കാർ ഇതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്ന ചാരിറ്റി പ്രസ്ഥാനങ്ങളും കൂട്ടായ്മകളും ഉണ്ട്. നമ്മുടെയൊക്കെ മനോജ് സാറും ഒക്കെ ലയൻസിനൊക്കെ ഒരു റിലീവിങ് ഹങ്കർ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് തന്നെയാണ്. അതിനകത്ത് നമ്മൾ ട്രിവാൻഡ്രത്ത് നമ്മൾ 3-4 സ്ഥലങ്ങളിൽ കൃത്യമായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ട്രിവാൻഡ്രം RCCയുടെ മുമ്പിൽ 400 പേർക്ക് ഉച്ചഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുനലൂര് നമ്മൾ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. വർക്കല താലൂക്ക് ഹോസ്പിറ്റലിൽ 300 പേർക്കോളം ഉച്ചഭക്ഷണം ഉണ്ടാക്കി അവിടെ കൊണ്ട് വിളമ്പി കൊടുക്കുന്നു. ഇത്തരം കാര്യങ്ങളെ പിന്തുണയ്ക്കുകയും അവരിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. സമൂഹം ഒന്നിക്കണം. ഇത്തരം കാര്യങ്ങളിൽ വിശപ്പില്ലാത്ത രീതിയിൽ വരാൻ വേണ്ടി നമ്മളെ സമൂഹത്തെ ഒന്നിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയുന്നതോടൊപ്പം തന്നെ ബോധവൽക്കരണം നടത്താൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ കുട്ടികളിൽ, നമ്മൾ തന്നെ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ ഓർഡറുകൾ കൊടുക്കുകയും അമിതമായി ആഹാരം വേസ്റ്റ് ചെയ്യുന്ന ഒരു അരിമണി, പണ്ട് നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു ചോറിന്ന് ഒരു അരിമണി ഇറങ്ങിക്കളഞ്ഞാൽ നമ്മളെയൊക്കെ അമ്മ ഒരു വഴക്ക് പറയും, മോനെ ഒരു അരിമണി നിന്റെ പാത്രത്തിൽ വരണമെങ്കിൽ ഒരുപാട് അതിന് പിന്നെ ഒരുപാട് പേരുടെ കഷ്ടതകൾ ഉണ്ടായിട്ടാണ് ആ അരിമണി നിന്റെ പാത്രത്തിലേക്ക് എത്തിയത് ചോറായിട്ട്. അത് നമ്മളെ മക്കളെയും നമ്മളെ കുട്ടികളെയും പുതിയ തലമുറയും പഠിപ്പിക്കാൻ നമുക്കാകണം. ഇതിനകത്ത് ഒരുപാട് അധ്യാപകരൊക്കെ ഉണ്ട്. ഇപ്പൊ സ്കൂളുകളിലൊക്കെ ഡൈനിങ് ഹാള്, പ്രത്യേകിച്ച് ഡൈനിങ് ഹാളുണ്ട്. അവിടെ ടീച്ചേഴ്സ് ഒക്കെ പോയിരുന്ന് കാണാറുണ്ട്. അപ്പൊ കുട്ടികൾ ചോറ് കൊണ്ടുവരുമ്പോഴത്തേക്കും അവർ ഒരുപാട് ഫുഡ് വേസ്റ്റ് ചെയ്യാൻ, അവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ മുൻകൈ എടുക്കണം. അപ്പൊ ഇത്തരം ബോധവൽക്കരണത്തിന് എവിടെയെങ്കിലും ഒക്കെ അവസരം ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി ഉപയോഗിക്കുകയും ആൾക്കാരുടെ ഈ നമ്മൾ ചെയ്യുന്ന ഓരോ അരിമണിയും നമ്മൾ വേസ്റ്റ് ആക്കുന്നത്, അത് ലോകമെമ്പാടും ഇത്രയോളം ആൾക്കാർ പട്ടിണി കിടക്കുമ്പോഴാണ് നമ്മളിത് വേസ്റ്റ് ആക്കുന്നത് എന്ന നോളജ് അവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആകണം എന്ന് കൂടി പറയുമ്പോൾ എൻ്റെ 4 പോയിന്റുകളായി. ഇനി വീണ്ടും ഞാൻ എൻ്റെ ഓഡിയൻസിലേക്ക് വരികയാണ്. ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും കൂടി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. ഈ 4 പോയിന്റുകളാണ് നമുക്ക് പട്ടിണി നിർമ്മാർജ്ജനവുമായി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. ആർക്കെങ്കിലും ഇതിൽ പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ആരും ഒന്നും പറയാൻ വരുന്നില്ല. ഇനി അവസാനം റിമാർക്കിൽ പറയും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അവസാന ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. നമുക്ക് മാറ്റങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ വരുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരിക്കൽ കൂടി പറയാം. കാര്യക്ഷമമായ ശൃംഖലയും പങ്കുവയ്ക്കാനുള്ള മനസ്സും ദാരിദ്ര്യവും വിശപ്പും പൂർണ്ണമായി പുണർച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ. കാര്യക്ഷമമായ ഒരു ശൃംഖല എന്ന് ഉദ്ദേശിച്ചത് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, നമുക്ക് അധികം വരുന്ന വേസ്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, അധികം വരുന്ന ആഹാരം മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ, അങ്ങനെ പങ്കുവയ്ക്കാനുള്ള ഒരു നല്ല മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഒരു പരിധിവരെ ദാരിദ്ര്യവും നമുക്ക് വിശപ്പും ഒക്കെ പൂർണ്ണമായി തുടച്ചു നീക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ തുടക്കം. 1, നമുക്ക് വീട്ടിൽ തന്നെ തുടങ്ങാം. ഭക്ഷണം പാഴാക്കാതിരിക്കുകയും മിതത്വം പാലിക്കുകയും ചെയ്യുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാകുക. 2ാമത്, പങ്കുവയ്ക്കാനുള്ള മനസ്സ്, അധികം ഭക്ഷണം അർഹരിലേക്ക് എത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. 3, നമ്മളെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ കുടുംബങ്ങളിലും വീടുകളിലും ഒക്കെ നമ്മൾ ചെറിയ നാടൻ കൃഷികളും അതിൻ്റെ കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കിയെടുത്ത് അവിടെ ഇപ്പൊ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടുവരുന്നുണ്ട്. സുഹൃത്തുക്കളുടെ ഒരു 4-5 പേര് നമ്മുടെ കോഫി ടോക്കിനെ പോലെ വലിയ ഗ്രൂപ്പ് അല്ലാതെ ചെറിയ നാട്ടിൻപുറത്തൊക്കെ കൊച്ചു ഗ്രൂപ്പായി ചേർന്ന് ഗ്രൂപ്പായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്ന നല്ല സുഹൃത്ത് ബന്ധങ്ങളും നല്ല സംഘടനകളും കൂട്ടായ്മകളും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ സഹായിക്കാനും അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് എല്ലാവർക്കും കഴിയണം. നമ്മളെല്ലാവരും കൂടി ചേർന്നാൽ ഈ വിശപ്പില്ലാത്ത സമ്പൂർണമായ സന്തുഷ്ടമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ സാധിക്കും എന്ന് കൂടി പറഞ്ഞുകൊണ്ടും, അതുപോലൊപ്പം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച വയറിന്റെ വിശപ്പ് മാറ്റാൻ നമുക്ക് ഒരു നേരത്തെ ആഹാരം മതി. എന്നാൽ മനസ്സിന്റെ വിശപ്പ് മാറ്റാൻ പണമോ ഭക്ഷണമോ പോരാ.
നമ്മുടെ സമയവും കരുതലും ചേർത്ത് പിടിക്കലുമാണ് ആവശ്യം. ഈ പറഞ്ഞതുപോലെ എല്ലാ ഭൗതിക സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും മനസ്സിനും ആത്മാവിനും ആവശ്യമായ സ്നേഹവും സമാധാനവും സന്തോഷവും ലഭിക്കാതെ ആന്തരികമായി വിഷമിക്കുന്ന, അസംതൃപ്തരാകുന്ന ഒരു ജനവിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങളോട് അവസാനമായി പറയുന്ന ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ട്രെയിനിങ് പ്രോഗ്രാം, ഈ 45 മിനിറ്റത്തെ ഈ ട്രെയിനിങ് സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. മറ്റുള്ളവരുടെ, നമ്മുടെ സമൂഹത്തിന്റെ, നമുക്ക് ചുറ്റുമുള്ളവരുടെ വിശപ്പ് കാണാൻ നമുക്ക് കണ്ണു തുറക്കണം. വിശക്കുന്നവന് ഭക്ഷണം നൽകാൻ നമുക്കാകണം. ഒരു തരി ആഹാരം പോലും, ഒരു തരി അരിമണി പോലും പാഴാക്കാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി പ്രയത്നിക്കാം. ഇന്ന് അതൊരു തുടക്കമാകട്ടെ. ഇതോടൊപ്പം നിങ്ങൾ കൂടെ ഉള്ളവരെ തന്നെ ചേർത്ത് പിടിക്കാനും അവർക്ക് വേണ്ട കരുതുകൾ നൽകാനും അവരെ കേൾക്കാനുമുള്ള മനസ്സുകൂടി കാണിക്കാം. അപ്പോൾ അങ്ങനെ വയറിനും മനസ്സും പട്ടിണി കിടക്കാത്ത ഒരു നല്ല ലോകം നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പടുക്കാൻ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എന്നെ ഈ ഒരു 40 മിനിറ്റോളം സമയം വളരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നതോടൊപ്പം ഈ ലോകത്ത് പട്ടിണിയില്ലാത്ത, വിശപ്പില്ലാത്ത ഒരു സമൂഹം ഉണ്ടാകട്ടെ എന്ന് എല്ലാവർക്കും കൂട്ടായി പ്രാർത്ഥിച്ചുകൊണ്ടും ജയ് ഹിന്ദ്, ജയ് ജേസീസ്. താങ്ക് യു ആൾ. ഓവർ ടു ചെയർ. താങ്ക് യു കബീർ സാർ. താങ്ക് യു വെരി മച്ച്. നല്ലൊരു സെഷനായിരുന്നു. ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കാനുള്ള. നമ്മുടെ പ്ലേറ്റിലൊക്കെ മിച്ചം വരുന്ന ഓരോ പിടി ഭക്ഷണവും ലോകത്ത് എവിടെയെങ്കിലും ഒക്കെ ഒരു നേരത്തെ വിശപ്പടക്കാൻ കാത്തിരിക്കുന്നവരുടെ പ്രതീക്ഷയാണ്. അത് നമ്മൾ ആരും മറക്കരുത്. നമ്മൾ വിവാഹത്തിനൊക്കെ പോയാൽ ചില അമ്മമാർ കാണിക്കുന്നത് കുട്ടികൾക്ക് അവർക്ക് വേണ്ട എങ്കിലും ചിക്കനും മട്ടനും എല്ലാം നിറച്ച് അവരിങ്ങനെ ഫീഡ് ചെയ്യുന്നത് കാണുമ്പോൾ ഈ ഒരു വർഷം ഒരു ദിവസം മാത്രം ഇങ്ങനെ ഫീഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ അത് വളരെ എന്താ പറയാ, കുട്ടിക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാനേ കഴിയുള്ളൂ എന്നുള്ളത് പല അമ്മമാർക്കും അറിയില്ല. നമ്മൾ അനാവശ്യമായി കളയുന്ന ഒരു സാധനം, എന്തും ആവട്ടെ, മറ്റൊരാൾക്ക് ജീവൻ നിലനിർത്താനുള്ള ഒരു മരുന്ന്